മലയാളി ഡ്രൈവർ തമിഴ്നാട് കൃഷ്ണഗിരിയിൽ കുത്തേറ്റ് മരിച്ചു. മരിച്ചത് നെടുമ്പാശ്ശേരി സ്വദേശി ഏലിയാസ്. അക്രമിക്കായി തെരച്ചിൽ ഊർജിതം. മൃതദേഹം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ. കൈതപ്പൊയിൽ ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറി. വയനാട് മുണ്ടക്കയിൽ മലവെള്ളപ്പാച്ചിൽ. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. അർജുനെ കാണാതായിട്ട് 2 ആഴ്ച പിന്നിടുന്നു. ഇന്ന് പുഴയിൽ തെരച്ചിലില്ല. തൃശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കും. കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള 2 അംഗ സംഘം ഷിരൂരിലേക്ക്. തെരച്ചിൽ നിർത്തരുതെന്ന് കുടുംബവും സംസ്ഥാന സർക്കാരും. കോൺഗ്രസിലെ തർക്കത്തിൽ കടുംപിടുത്തവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അപമാനിതനായി തുടരാൻ താൽപ്പര്യമില്ലെന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചു. സതീശൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് കെ സുധാകരൻ. ഡൽഹിയിൽ IAS പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി വിദ്യാർത്ഥികൾ മരിച്ചതിൽ നടപടി. അനധികൃതമായി പ്രവർത്തിച്ച 13 പരിശീലന കേന്ദ്രങ്ങൾ പൂട്ടി സർക്കാർ. മരിച്ച മലയാളി നെവിന്റെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പ്രതിഷേധം തുടർന്ന് വിദ്യാർത്ഥികൾ. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ വീണ്ടും മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യ. വനിതകളിൽ രമിത ജിൻഡാലിനും പുരുഷ വിഭാഗത്തിൽ അർജുൻ ബാബുതയ്ക്കും ഫൈനൽ പോരാട്ടം. ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് അർജന്റീനയെ നേരിടും. ആർച്ചറി, ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ് ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾക്ക് മത്സരം.